ജീവിതത്തിൽ ഒരേ ഒരു തവണ മാത്രം മുടി മുറിക്കുന്ന സ്ത്രീകൾ. ഇങ്ങനെ മുടിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെ കൊണ്ട് ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ഗോത്ര വിഭാഗമുണ്ട് ചൈനയിൽ. ചൈനയിലെ ഗുവാങ്ഷി പ്രവിശ്യയിൽ താമസിക്കുന്ന റെഡ് യാവോ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗോത്ര വിഭാഗം. ഈ ഗോത്രത്തിലോട്ട് കയറി ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ആദ്യത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ സുന്ദരികളായ സ്ത്രീകൾ, പ്രായമായവരോ ചെറുപ്പക്കാരോ ആരും ആവട്ടെ, അവർക്കൊക്കെ നല്ല നീണ്ട, നമ്മുടെ നാട്ടിലൊക്കെ അമ്മമാരൊക്കെ പറയുന്ന പോലെ പനങ്കോല പോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള മുടി ഉണ്ടായിരിക്കും. അപ്പം ഈ മുടി ഈ സ്ത്രീകൾ അവർക്ക് 18 വയസ്സ് തികയുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ മുറിക്കുള്ളൂ അത്ര. എന്തുകൊണ്ട് അവരത് മുറിക്കാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഗോത്രത്തിന്റെ വിശ്വാസപ്രകാരം ഈ നീണ്ട മുടി ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും സമ്പത്തിന്റെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ അവരത് എപ്പോഴും കീപ്പ് ചെയ്യാനും ആ മുടീനെ ഏറ്റവും ഭംഗിയായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ റെഡ് യാവോ എന്ന് പറയുന്ന വിഭാഗം ആ പേര് പറയുന്ന പോലെ തന്നെ മറ്റു ചില കാര്യങ്ങളെ കൊണ്ടും കൂടെ ലോകപ്രശസ്തമാണ്. ഇവര് എപ്പോഴും, ഈ വിഭാഗത്തിലെ സ്ത്രീകൾ എപ്പോഴും റെഡ് അല്ലെങ്കിൽ ചുവപ്പോ ചുവപ്പിൽ പെട്ടതോ ആയിട്ടുള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കൂ. അപ്പൊ ഈ ചുവപ്പൊക്കെ ധരിച്ച് നല്ലപോലെ മുടിയൊക്കെ നീട്ടി വളർത്തി നടക്കുന്ന ഇവരുടെ സ്ത്രീകളെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ റെഡ് യാവോ വിഭാഗത്തിലെ ആളുകൾക്ക് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള മുടി ഉണ്ടാകുന്നതിന്റെ പുറകിലെ രഹസ്യം കുറെ പേരൊക്കെ തപ്പിപ്പോയി. അപ്പൊ അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇവരുടെ നാട്ടിൽ ഇവർ തന്നെ നട്ട് വളർത്തുന്ന ഒരു പ്രത്യേക വിഭാഗം നെൽച്ചെടിയുണ്ട്. അതിന്റെ പേര് ലോങ്ഷങ് എന്നൊക്കെയാണ്. അതിൽ നിന്ന് ഇവര് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഷാംപൂ തേച്ചിട്ടാണ് ഇവർ കുളിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഇവരുടെ തലയിൽ ഇവർ ഉപയോഗിക്കുന്നത്. അത് ഇവരുടെ മുടിയെ തഴച്ചു വളരാൻ സഹായിക്കുന്നുണ്ട് അത്ര. മാത്രമല്ല, ഈ വിഭാഗത്തിലെ എല്ലാ സ്ത്രീകളും അവരുടെ നാട്ടിലുള്ള നദിയിലൊക്കെ പോയി നല്ല തണുപ്പുള്ള ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലാണ് തല കഴുകുന്നത്. ഈ ഗ്രൂപ്പായിട്ടുള്ള ഒരു പോക്കൊക്കെ രസമാണെങ്കിലും ഈ നദിയിലെ തല കഴുകുന്ന ഒരു കാര്യം മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നും അവർ പറയുന്നുണ്ട്. സംഭവം ഒന്ന് തട്ടിച്ചൊക്കെ നോക്കുമ്പോൾ ശരിയായിരിക്കും അല്ലേ? നമ്മുടെ ഈ ഒരു പൊല്യൂഷനൊക്കെ നിറഞ്ഞ നഗരത്തിൽ, പ്രത്യേകിച്ച് യാതൊരു തരത്തിലും ഹെൽത്ത് ഒന്നും ഇല്ലാത്ത പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറൊക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ അത് നമ്മുടെ തലമുടിൻ്റെയും ആരോഗ്യത്തിനെയൊക്കെ ബാധിക്കുന്നത് നമുക്ക് കാണാനുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും അല്ലാത്ത നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർക്ക് ആ മുടിയെ നല്ല ഭംഗിയായിട്ട് നോക്കി വളർത്താനായിട്ട് സാധിക്കുന്നത്.